ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം അതിൻ്റെ 20 21 വാക്യങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 20 വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും. ഹല്ലേലൂയ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മെ വിളിക്കുന്ന ദൈവം, ആമേൻ, നമ്മെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൈവം, ആമേൻ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ്, ആമേൻ, നമ്മെ സ്നേഹിച്ചത്? യേശു കർത്താവ് എന്തിനാണ് നമ്മെ ഈ ലോകത്തിൽ നിന്ന് നമ്മെ വേർതിരിച്ച് എടുത്തിരിക്കുന്നത്? രക്ഷിക്കപ്പെടുവാൻ, ആമേൻ, ദൈവം നമ്മോട് മഹാദയ കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ, ആമേൻ, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് സ്തോത്രം, നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാക്കി ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ നമ്മെ, സ്തോത്രം, ഹല്ലേലൂയ, അതിലേക്ക് നടത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. 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 ലോക മനുഷ്യനും, ആമേൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനും തമ്മിൽ, സ്തോത്രം, വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം, സ്തോത്രം, ഈ വചനം കേൾക്കുന്നവരിൽ, ഹല്ലേലൂയ, ആമേൻ, ഏതൊക്കെ വ്യക്തികൾ, സ്തോത്രം, യേശു ക്രിസ്തുവിനെ, ആമേൻ, സ്തോത്രം, യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവരും, ആമേൻ, ആമേൻ, യേശുവിൻ്റെ സ്നേഹത്തെ അറിയാത്തവരും ആയ, സ്തോത്രം, 2 വിഭാഗ ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും, സ്തോത്രം, ഇന്ന് യേശുവിനെ ആരാധിക്കുന്നത്, ആമേൻ, നാം ചെയ്ത നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, നാം ചെയ്ത ഏതെങ്കിലും പുണ്യപ്രവൃത്തികളോ അല്ലെങ്കിൽ സ്തോത്രം, ആമേൻ, സ്തോത്രം, ഏതെങ്കിലും, സ്തോത്രം, ക്രിയകൾ കൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിത്യസ്നേഹം നമ്മെ തേടി വന്നത്, ആമേൻ, അനാദികാലത്തിന് മുൻപേ, സ്തോത്രം, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ, സ്തോത്രം, തിരഞ്ഞെടുത്തുകൊണ്ടത്രേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ, സ്തോത്രം, ഈ ലോകത്തിൽ നമ്മെ വേർതിരിക്കുന്നത്, ആമേൻ, പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടത്രേ. ഹല്ലേലൂയ. ആമേൻ. നാം മുഖാന്തരം, സ്തോത്രം, ആമേൻ, അനേകർ, ആമേൻ, സ്തോത്രം, ആ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനത്രേ. ആമേൻ. സ്തോത്രം. നാം മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയിട്ടത്രേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ, സ്തോത്രം, ആമേൻ, പലപ്പോഴും, സ്തോത്രം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ, ആമേൻ, നാം ഉൾക്കൊള്ളുന്നതായ, സ്തോത്രം, മേഖലകൾക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ആയി മാറുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, എപ്രകാരമായിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ, സ്തോത്രം, കൂട്ടുകാരന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ, സ്തോത്രം, അയൽപ്പക്കക്കാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഭവനത്തിന്, ആമേൻ, സ്തോത്രം, അകത്ത് മാത്രമായി, ആമേൻ, മാറുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്, സ്തോത്രം, ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നാം അറിഞ്ഞ ഈ രക്ഷ മറ്റുള്ളവരോട് പകരുക,
മറ്റുള്ളവരോട് പറയുക. ആമേൻ. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിപ്പാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് വേണ്ടി കഴിയുന്നുണ്ട് ഇന്ന് രാത്രികാലം? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മറ്റുള്ളവരുടെ സ്തോത്രം കഷ്ടങ്ങൾ നമ്മുടെ കഷ്ടങ്ങളായി കണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകട്ടെ. മറ്റുള്ളവരുടെ സ്തോത്രം ക്ലേശങ്ങൾ കണ്ട് സ്തോത്രം ദൂരെ മാറിപ്പോകുവാനല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മിലൊരു ആത്മഭാരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ചൊരു ഭാരത്തെ നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന നല്ല ദാനങ്ങളെ, ദൈവം നൽകിയിരിക്കുന്ന ആത്മീക ദാനങ്ങളെ, ഹല്ലേലൂയ, ആത്മീക കൃപാവരങ്ങളെ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കേവലം സ്തോത്രം മാനുഷികമായ സ്തോത്രം നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ജഡിക നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന ആത്മീക ദാനങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. അത് സ്തോത്രം. ആമേൻ. സ്തോത്രം ഉപയോഗിക്കുവാൻ വേണ്ടി സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തിനകത്തൊരു മാറ്റം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൂടെ കൊയ്യുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഹല്ലേലൂയ. ആമേൻ. ഓടുവാൻ നമ്മുടെ കാലുകളെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിനകത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒരു കൊച്ചു സഹോദരൻ, ആമേൻ, ഒരു 18-20 വയസ്സിനകത്തുള്ള, ആമേൻ, ഹല്ലേലൂയ, ഒരു സഹോദരൻ, ആമേൻ, ഒരു ട്രാക്റ്റ് ഹല്ലേലൂയ കൊണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും, അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അവന് ഹല്ലേലൂയ വ്യത്യാസമില്ലാതെ, ആമേൻ, അവിടെ ആയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആ ട്രാക്റ്റ് കൊണ്ട് ഹല്ലേലൂയ എല്ലാവർക്കും കൊടുക്കുന്ന ഒരനുഭവം ഹല്ലേലൂയ ആമേൻ കാണുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. ആ ചെറുപ്പക്കാരന് ആമേൻ ഒരുപക്ഷെ അന്ന് ജോലിക്ക് പോയാൽ അവനൊരു 1000 രൂപ കിട്ടുമായിരിക്കും. പക്ഷേ ആമേൻ സ്തോത്രം, ആ ട്രാക്റ്റിനകത്ത് യേശുവിൻ്റെ വചനങ്ങൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനങ്ങൾ നിറഞ്ഞ ആ ട്രാക്റ്റ് അവൻ ഓടി സ്തോത്രം അവിടെ നിന്ന് എല്ലാ സഹോദരന്മാർക്കും കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എത്രയോ സ്തോത്രം മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഹല്ലേലൂയ. ഇടം കൈ ഏതെന്ന് വലം കൈ ഏതെന്ന് അറിയാത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നമ്മെ വിളിച്ച വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. ദൈവം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചു വേർതിരിച്ചു? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ ലോകത്തിൽ ഞാൻ ജീവനോടുകൂടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ, ആമേൻ, ഞാൻ കർത്താവിന് വേണ്ടി സ്തോത്രം എന്തെങ്കിലും ചെയ്യുവാൻ, ആമേൻ, സ്തോത്രം, ഞാൻ സ്തോത്രം ഇന്നു മുതൽ, ആമേൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവർ വീണ്ടെടുപ്പുകാരനായി വരും. ഹല്ലേലൂയ. അനേകർ, ആമേൻ, അതിക്രമങ്ങൾ വിട്ടുതിരിയുവാൻ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പാപം സ്തോത്രം വിട്ടുതിരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനേകർ മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനേകർ യേശുവിൻ്റെ പൈതങ്ങളായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ വീണ്ടെടുപ്പുകാരനായിട്ട് വരും. ഹല്ലേലൂയ. നോക്കുക, 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ഹല്ലേലൂയ. അവൻ വീണ്ടെടുപ്പുകാരനായി നമ്മെ സ്തോത്രം, ഹല്ലേലൂയ, അവൻ സകല പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി യേശു കർത്താവ് സ്തോത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ രക്ഷയെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി, ആമേൻ, നാം അനുഭവിച്ച ഈ രക്ഷ, നാം അനുഭവിച്ച ഈ സ്തോത്രം സമാധാനം, ആമേൻ, മറ്റുള്ളവരോട് പറയുവാൻ ദൈവം സ്തോത്രം നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നു. ആമേൻ. നമ്മെ യോഗ്യതയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു. ആമേൻ. ആമേൻ. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സകല വ്യക്തികളും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തി പോലും നശിച്ചു പോകുന്നത്
ദൈവത്തിന് ഇഷ്ടമല്ല. ഹാലലിയ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രികാലം സ്തോത്രം, ആ ദൈവിക ദൗത്യം നമ്മെ സ്തോത്രം, ഹാലലിയ, അമേൻ സ്തോത്രം, അമേൻ സ്തോത്രം, ഇനിയും സ്തോത്രം പിൻപുള്ളത് മറന്ന് മുൻപോട്ട് ഓടുവാൻ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്ന ദൈവം. ഹാലലിയ. അമേൻ. മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിൻ. ഹാലലിയ. അമേൻ സ്തോത്രം. അവൻ രാജ്യനീതിയും അന്വേഷിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. അമേൻ. ഹാലലിയ. അമേൻ സ്തോത്രം. ഹാലലിയ. അനേകർ രക്ഷിക്കപ്പെടുവാൻ അമേൻ സ്തോത്രം, അവരുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന താക്കോൽ അമേൻ ദൈവം നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹാലലിയ. അമേൻ സ്തോത്രം. ഹാലലിയ. അമേൻ. അമേൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമായി കിടക്കുമ്പോൾ അമേൻ സ്തോത്രം, ഹാലലിയ, നിത്യതയ്ക്ക് വേണ്ടി അനേകരെ പണിയുവാൻ, നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹാലലൂയ. അമേൻ. ഇന്ന് രാത്രികാലം ഹാലലൂയ. അമേൻ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും. ഹാലലിയ. അമേൻ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, നമ്മുടെ ഹാലലിയ ഹൃദയത്തിനകത്ത് ആമേൻ സ്തോത്രം, ഹാലലിയ, ആമേൻ ദൈവാത്മാവ് വാസം ചെയ്യുന്നു. ഹാലലിയ. ആമേൻ. നമ്മുടെ വായിൽ സ്തോത്രം ദൈവത്തിൻ്റെ ജീവൻ്റെ വചനങ്ങളെ നൽകിയിരിക്കുന്നു. ഹാലലിയ. ഇന്ന് നാം സ്തോത്രം ആമേൻ ഒരു പാട്ട് പാടുന്നുവെങ്കിൽ, ആമേൻ ഇന്ന് നാം ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, ഇന്ന് നാം സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം, ഹാലലിയ, ആമേൻ സ്തോത്രം, ഹാലലിയ, ഇന്ന് സ്തോത്രം ദൈവത്തിൻ്റെ വചനത്താൽ നാം സ്തോത്രം നമ്മുടെ ഹൃദയം നിറയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം, ഹാലലിയ, അത് നമ്മുടെ സ്തോത്രം കഴിവ് കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയത്രേ. ഹാലലിയ. ആമേൻ സ്തോത്രം. ആ കൃപയെ ഹാലലിയ, ആമേൻ സ്തോത്രം, ഹാലലിയ, സ്തോത്രം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം ഉപയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയങ്ങളെ ആത്മാർത്ഥമായി സ്തോത്രം ഒരുക്കട്ടെ. ഹാലലിയ. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന, ഹൃദയങ്ങളെ ആരാഞ്ഞു നോക്കുന്ന ആമേൻ സ്തോത്രം നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുന്ന ആമേൻ സ്തോത്രം ഈ രക്ഷയുടെ വചനങ്ങൾ ഹാലലിയ, ആമേൻ സ്തോത്രം മറ്റുള്ളവരോട് പറയുവാൻ, പ്രഘോഷിപ്പാൻ, ഹാലലിയ, ഭയം കൂടാതെ വണ്ണം, ലജ്ജ കൂടാതെ വണ്ണം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ, പറയുവാൻ വേണ്ടി അധരം തുറന്ന് പറയുവാൻ, വിശ്വാസം കേൾവിയാലുണ്ടാകുന്നതെന്ന് വചനം പറയുന്നു. ഹാലലിയ. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത ചെറിയതും വലിയതുമായ അത്ഭുതങ്ങളെ മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ അത്രേ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഹാലലൂയ. നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹാലലൂയ. നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, നാം കർത്താവിൻ്റെ ആമേൻ സ്തോത്രം, ഹാലലുയ, ഇഷ്ടത്തിന് വേണ്ടി സ്തോത്രം, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, നാം കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ച് ആമേൻ സ്തോത്രം അവൻ്റെ പാതയിൽ നടന്നാൽ ആമേൻ സ്തോത്രം നമ്മുടെ സന്തതിയുടെ മേലും, ആമേൻ നമ്മുടെ സന്തതിയുടെ മേലും ആമേൻ സ്തോത്രം, ഹാലലൂയ, ആമേൻ സ്തോത്രം വായിൽ നിന്ന് ഇന്നു മുതൽ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ. ഹാലലൂയ. ആമേൻ സ്തോത്രം, ഹാലലിയ, നമ്മുടെ തലമുറയായി സ്തോത്രം, ഹാലലിയ, നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഹാലലിയ. തലമുറയായി സ്തോത്രം, ഹാലലിയ, ആമേൻ നമ്മുടെ മക്കളുടെ മക്കളും സ്തോത്രം ഇതേ സ്തോത്രം രക്ഷയുടെ ആമേൻ സ്തോത്രം, ഹാലലിയ, രക്ഷ പ്രഘോഷിപ്പിക്കുന്ന പൈതങ്ങളാക്കി ദൈവം മാറ്റും. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം നമ്മുടെ സ്തോത്രം ചുറ്റുവട്ടത്തുള്ള അനേക സഹോദരന്മാരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ സ്തോത്രം ദിനം പ്രതി സ്തോത്രം നമ്മുടെ പത്രം വാർത്തകളിലും ആമേൻ സ്തോത്രം പല സ്തോത്രം ന്യൂസ് ചാനലുകളിൽ നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്. ഹാലലിയ. ആമേൻ ആമേൻ ഹാലലിയ. ആമേൻ എത്രയോ സ്തോത്രം മനുഷ്യർ ഹാലലിയ നശിച്ചു പോകുന്നു. ഹാലലിയ. എത്രയോ പൈതങ്ങൾ സ്തോത്രം ആമേൻ പഠിക്കുവാൻ വേണ്ടി സ്തോത്രം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നു. എന്നാൽ സ്തോത്രം അവിടെ ദുർനടപ്പ് കാരണം സ്തോത്രം ആമേൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആമേൻ സ്തോത്രം അവർ നാശത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ സ്തോത്രം ഹാലലി മാരകമായ ആമേൻ സ്തോത്രം പലവിധ സ്തോത്രം പാപപ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് ഹാലലിയ ആമേൻ മാതാപിതാക്കളെ അനുസരിക്കാതെ ആമേൻ സ്തോത്രം നാട്ടിന് കൊള്ളാതെ വീട്ടുകാർക്ക് കൊള്ളാതെ ആമേൻ സ്തോത്രം കൊള്ളരുതാത്തവരായി
വളർന്ന് ഹാലലിയ ആമേൻ സ്തോത്രം ഒരു സമൂഹത്തിന് തന്നെ ആമേൻ സ്തോത്രം നാണക്കേടാക്കി മാറ്റിയും ഒരു സമൂഹത്തിന് തന്നെ സ്തോത്രം ഹാലലിയ ആമേൻ സ്തോത്രം ഹാലലിയ ആമേൻ ഹാലലിയ ആമേൻ ദുഷ്ടതയിലേക്ക് സ്തോത്രം നയിക്കുന്ന അനേകം സ്തോത്ര വ്യക്തി ജീവിതങ്ങളെ ആമേൻ സ്തോത്രം ഹാലലിയ പിശാച് കരത്തിലെടുത്ത് ആമേൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് രാത്രികൾ നമ്മുടെ തലമുറകൾ സ്തോത്രം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ജീവനുള്ള ദൈവത്തെ സ്തോത്രം സ്തുതിക്കുന്നുവെങ്കിൽ ഹാലലുയ അത് ദൈവത്തിൻ്റെ മഹാകൃപയത്രേ. ഹാലലുയ നാം സ്തോത്രം ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് പോകുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയത്രേ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം ആലയത്തിൽ പോയി സ്തോത്രം ദൈവത്തിൻ്റെ ആമേൻ വചനങ്ങളെ കേൾക്കുന്നത് ദൈവത്തിൻ്റെ കൃപയത്രേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാലലുയ അവൻ ഒരു പാട്ട് പാടുന്നുവെങ്കിൽ, അവൻ ദൈവനാമത്തിന് വേണ്ടി ഒരു പാട്ട് പാടുന്നുവെങ്കിൽ അത് സ്തോത്രം ദൈവത്തിൻ്റെ മഹാകൃപയത്രേ. ഹാലലുയ ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമത്രേ. നമ്മുടെ തലമുറകളെ സ്തോത്രം ഹാലലിയ അവൻ സ്തോത്രം ഹാലലിയ അവൻ സ്തോത്രം പിശാചിൻ്റെ ഒരു ആയുധമായി വിട്ടുകൊടുക്കാതെ വണ്ണം അവൻ നമ്മുടെ തലമുറകളെ കാത്തു സൂക്ഷിക്കുന്ന മഹാകരുണയുള്ള കർത്താവിന് ഇന്ന് രാത്രി നന്ദി പറഞ്ഞാട്ടെ. ഹാലലുയ അവൻ്റെ ദയയോ സ്തോത്രം മരണ പര്യന്തം നമ്മോട് ഗുണയുണ്ട്. ഹാലലിയ അവൻ സ്തോത്രം ഹാലലിയ അവൻ സ്തോത്രം അവൻ ഹാലലിയ അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നമ്മുടെ തലമുറമേൽ സ്തോത്രം ഇരിക്കുന്നു. ഹാലലിയ അവൻ വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം, അവൻ ആൽഫയും ഒമേഗയുമായവൻ, അവൻ ആദ്യനും അന്ത്യനുമായവൻ. ഇന്ന് രാത്രികാലം സ്തോത്രം തലമുറയെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ട, തലമുറയെക്കുറിച്ച് സ്തോത്രം ഹാലലിയ നാം ദുഃഖിക്കേണ്ട കാര്യമില്ല. അവൻ സ്തോത്രം ഹാലലിയ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്ന, നമ്മുടെ മക്കളെ പരിപാലിക്കുന്ന ഒരു സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അരികിൽ ഇത്രേ നാം ആയിരിക്കുന്നത്. ഹാലലുയ പ്രിയമുള്ളവരെ സ്തോത്രം ഇന്ന് രാത്രിക്കാലം ഹാലലുയ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളുവാൻ ഹാലലുയ ഇന്ന് രാത്രിക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം അവനെന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹാലലുയ ഇന്ന് രാത്രികളും സ്തോത്രം നമ്മെ മാനിക്കുന്ന, നമ്മെ സ്തോത്രം ഹാലലുയ സ്തോത്രം ഉയർത്തുന്ന ആമേൻ സ്തോത്രം പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവം, ദരിദ്രരെ സ്തോത്രം കുപ്പയിൽ നിന്ന് ഉയർത്തി ആമേൻ സ്തോത്രം സിംഹാസനത്തിൽ ഇരുത്തുവാൻ കഴിയുന്ന ദൈവം. ഹാലലുയ ആമേൻ സ്തോത്രം മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം. ഹാലലുയ രാത്രികൾ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹാലലുയ ആമേൻ നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ട്. ഹാലലുയ നമ്മുടെ തലമുറകളെ കർത്താവ് ഉപയോഗിക്കണം. ഹാലലുയ ആമേൻ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി നമ്മുടെ മക്കളെ സമർപ്പിച്ചാട്ടെ. ഹാലലുയ ആമേൻ ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ഹന്ന ദൈവത്തോട് നിലവിളിച്ചു. ഹാലലുയ അവളുടെ പ്രാർത്ഥന കേട്ട് ആമേൻ സ്തോത്രം ഹാലലുയ ശമൂവേൽ ബാലന് നൽകി. ഹാലലുയ ഇന്ന് രാത്രികാലം സ്തോത്രം ഹാലലുയ നമ്മുടെ മക്കളെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി സമർപ്പിച്ചാട്ടെ. ആമേൻ സ്തോത്രം മക്കൾ ദൈവത്തിൻ്റെ ദാനമത്രേ. ഹാലലുയ ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ സ്തോത്രം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല ദാനങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചാട്ടെ. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചാട്ടെ. ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്തോത്രം പ്രാർത്ഥന പഠിപ്പിക്കുക. ആമേൻ സ്തോത്രം ദൈവത്തോട് ചേർന്നിരിക്കാൻ അവരെ അഭ്യസിപ്പിക്കുക. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ നിശ്ചയമായും സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ഹാലലൂയ എഴുന്നേറ്റ് പ്രകാശിപ്പാത്തക്കവണ്ണം ഹാലലുയ മലമേലിരിക്കുന്നവർ പട്ടണം പോലെ നമ്മെ മാറ്റുന്നത് ആമേൻ ശത്രുവായ പിശാച് സ്തോത്രം ഹാലലുയ നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ, ആമേൻ ശത്രുവായ പിശാച് സ്തോത്രം നിങ്ങളെ കുഞ്ഞുങ്ങൾക്കെതിരായി ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ ഹാലലുയ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല. ഹാലലുയ ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ വണ്ണം യഹോവയുടെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹാലലുയ പ്രിയമുള്ളവരെ സ്തോത്രം ഇന്ന് രാത്രികാലം ഹാലലുയ ആമേൻ ഈ വചനങ്ങളാൽ സ്തോത്രം ദൈവം നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സ്തോത്രം ഈ സമയത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും കൂടെയുണ്ടായിരിക്കാൻ വേണ്ടി ആമേൻ പ്രാർത്ഥിച്ചാട്ടെ. ഹാലലുയ ഹാലലുയ. ഗോഡ് ബ്ലസ് യു. ആമേൻ.